Hi friends, welcome back to our own YouTube channel Devototech. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഫീച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ തവണയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികളുടെയും ക്ലാസ് എല്ലാം മൊബൈൽ വഴിയാണ്. മൊബൈൽ സ്മാർട്ട് ഫോൺ മാത്രം പോരാ, അവർക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാം പൊതുവായ രക്ഷിതാക്കളുടെ ഒരു ആശങ്ക, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓഷൻ ഓഫ് നോളേജ് ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് അറിവ് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിലൊക്കെ കാണുന്നതാണ് കുട്ടികളുടെ ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ചും അതിൻ്റെ തുടർന്നുണ്ടാകുന്ന സൂയിസൈഡിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ നമ്മളുടെ കീഴിൽ, അതായത് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്ന നമ്മളുടെ ഒരു കീഴിലാക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കുട്ടികളുടെ എത്ര സമയം ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെ എത്ര സമയം ഉപയോഗിക്കണം എന്നിങ്ങനെക്കുറിച്ച് ഫുൾ മോണിറ്റർ ചെയ്യാവുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നും ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോകളിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സജഷനായിരുന്നു. എൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലാണ്, നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വളരെ ക്രിസ്പായിട്ടാണ്. അതുകൊണ്ട് ടെക്നിക്കൽ നോളേജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കറിയാം നമ്മളെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പാരൻസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ 1-2 ഓപ്ഷൻസ് വരും, അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാരൻ്റ് ആണോ അതോ ചൈൽഡിൻ്റെ ആണോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കുക. അതിൽ നമ്മൾ പാരൻ്റ് സെലക്ട് ചെയ്യുക. പാരൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കൊരു മെയിൽ ഐ ഡി ഉണ്ടോയെന്നായിരിക്കും ആദ്യം ചോദിക്കുക. അത് എന്തായാലും സ്മാർട്ട് ഫോണിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് എന്തായാലും ഒരു മെയിൽ ഐ ഡി ഉണ്ടാവും. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയുടെ മൊബൈലിലാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം കുറച്ച് കോംപ്ലിക്കേഷനാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി കുട്ടിയുടെ മൊബൈലിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഫോണിലെ സെറ്റിങ്സിൽ ഏറ്റവും അടിയിലായിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻ്റൽ കൺട്രോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് പാരൻ്റ് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഒരുപക്ഷെ കുട്ടിയുടെ മൊബൈലിൽ 1-2 മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഏത് മെയിൽ ഐ ഡിയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. അപ്പോൾ കുട്ടിയുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ കൊടുക്കേണ്ടത് കുട്ടിയുടെ മെയിൽ ഐ ഡി അല്ല, നമ്മുടെ പാരൻറ്റിൻ്റെ മെയിൽ ഐ ഡിയും കൊടുക്കുക, പാരൻറ്റിൻ്റെ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ എനേബിൾ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ മൊബൈലിൽ നിന്ന് ആക്സസ് കൊടുത്താൽ മാത്രമേ എൻ്റെ ഈ ഒരു മെയിൽ ഐ ഡി ഇതിൽ ആക്സസ് ആവുള്ളൂ. അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ജിമെയിലിൻ്റെയൊക്കെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ കുട്ടിയുടെ മെയിൽ ഐ ഡി കാണിക്കും. ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അലോ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അത് അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഈ 2 അക്കൗണ്ടുകൾ തമ്മിൽ ലിങ്ക് ആയോ ഇല്ല എന്നുള്ളത്. അതിനുശേഷം നമ്മളുടെ പാരൻറ്റിൻ്റെ മൊബൈൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മളുടെ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, മീൻസ് അവർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, അവർ യൂട്യൂബിൽ എത്ര സമയം ഉപയോഗിക്കുന്നു, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ മൊബൈലിൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ സെറ്റിങ്സിൽ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അതിൽ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ യൂട്യൂബിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റ് മോഡ് ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഒരുപാട് സജഷൻസ് വീഡിയോസ് വരുന്നുണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് ഈ കുട്ടികൾക്കുള്ള കാണാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസൊന്നും അവർ സജഷൻസിൽ വരില്ല. അങ്ങനെ നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിതിൽ എഡിറ്റ് ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കുട്ടി ഈ മൊബൈൽ എത്ര സമയം ഉപയോഗിക്കണം, ഇപ്പോൾ 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോൺ ഓഫായി പോകും. അവർക്ക്
എമർജൻസി എന്നുള്ള രീതിയിൽ ഇൻകമിംഗ് കോളും ഔട്ട് ഗോയിങ് കോളും മാത്രം വിളിക്കാൻ പറ്റുള്ളൂ. വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാം. പിന്നെ ബെഡ് ടൈം സെറ്റ് ചെയ്യാം. ബെഡ് ടൈം സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എത്ര മണിക്ക് ആ ഫോൺ ഓഫ് ആവണം, ഇപ്പോൾ രാത്രി 8 മണിക്കാണോ 9 മണിക്കാണോ അതല്ല 7 മണിക്കാണോ ഓഫ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മളുടെ മൊബൈലിൽ നിന്ന് തന്നെ അത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മൺഡേ ടു ഫ്രൈഡേ ഒരു സമയമാണെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് കുറച്ചധികം സമയം കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളൊരു വേറൊരു ഓപ്ഷനാണ്, ഇപ്പോൾ ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്കിപ്പോൾ യൂട്യൂബിന് എത്ര ടൈം ഉപയോഗിക്കണം, അതല്ല ഇപ്പോൾ ഒരു ഗെയിമിംഗ് ആണ്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്, അതിന് ഇപ്പോൾ നോർമലി കുട്ടികളൊക്കെ ആകുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഗെയിം, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു PUBG ആണെന്നുണ്ടെങ്കിൽ PUBG നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ 1 മണിക്കൂറാണ് ഒരു ദിവസം കളിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ എവിടെയാണ് ഏത് സ്ഥലത്താണെന്നുള്ള കൃത്യമായ ലൊക്കേഷൻ നമുക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുന്നതിൻ്റെയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ആശങ്ക തീർക്കാനായിട്ടുള്ള നമുക്ക് നമ്മളുടെ കുട്ടികളുടെ എല്ലാ മൊബൈൽ ത്രൂ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ നമ്മളുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള യാതൊരുവിധ ആപ്ലിക്കേഷനും മൊബൈൽ നമ്മളുടെ അനുവാദമില്ലാതെ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത് വരെ ഞാൻ അബ്ദുൽ മനാഫ്, സൈനിങ് ഓഫ്.